ഹലോ മക്കളെ, നീറ്റ് 2026 അവസാന ലാബ് പ്രിപ്പറേഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു നീറ്റ് പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തിയറി പഠിക്കുക എന്ന് മാത്രമല്ല, അതെങ്ങനെ കൃത്യമായി ക്വസ്റ്റ്യൻസിനെ വായിച്ച് ആൻസർ ചെയ്ത് OMR എത്തിക്കുക എന്നുള്ളത് കൂടി പരീക്ഷയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. പല കുട്ടികളും വളരെ വൃത്തിയായി പഠിച്ച് പക്ഷേ അവസാന സമയത്തിൽ എക്സാം ടൈമിൽ OMR ബബിൾ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിലും ചില മിസ്റ്റേക്കുകൾ വരുത്തിയിട്ട് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ MBBS ചവറ്റുകൊട്ടയിലേക്ക് പോകുന്നത് പലതവണ എൻ്റെ അനുഭവത്തിൽ പല കുട്ടികളും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന സമയത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് ഓരോ ആൻസറും തിരഞ്ഞെടുക്കേണ്ടത്, അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ ആൻസറുകളെ എങ്ങനെയാണ് നമ്മൾ OMRലേക്ക് എത്തിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യാം. സാധാരണ നീറ്റിന് നല്ല സ്കോർ ലഭിക്കുന്ന ഒരു കുട്ടി ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിനെ 3 റൗണ്ടുകളായിട്ട് അനലൈസ് ചെയ്തിട്ട് വായിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിനെ കൃത്യമായി വായിച്ചിട്ട് എങ്ങനെ ആൻസറിലേക്ക് എത്താം ടൈം ബൗണ്ടഡ് ആയിട്ട് എന്നത് അനലൈസ് ചെയ്യുന്ന ഒരു 3 റൗണ്ട് സ്ട്രാറ്റജിയാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. സോ എ 3 റൗണ്ട് സ്ട്രാറ്റജി ഫോർ നീറ്റ് എക്സാം ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. നമുക്ക് ആദ്യം നോക്കാം. റൗണ്ട് 1, ഒന്നാമത്തെ റൗണ്ട്. റൗണ്ട് 1 നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഷുവർ ഷോട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു 40 to 45 മിനിറ്റ്സ് എടുക്കുക. ഈ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മെമ്മറബിൾ ആയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമുക്ക് ബയോളജിയിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും കിട്ടും, കാരണം മെമ്മറി ക്വസ്റ്റ്യൻസ് ആണ്, NCERT ബേസ്ഡ് ആയിട്ടുള്ള മെമ്മറി ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത് കെമിസ്ട്രിയിലാണെങ്കിൽ ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ വായിച്ചാൽ കിട്ടുന്ന ഇനോർഗാനിക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സിമ്പിളായിട്ട് വായിച്ചാൽ കിട്ടാവുന്ന ഓർഗാനിക് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ടൈമിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ഫിസിക്സിൽ തിയറി പാർട്ടിൽ ചോദിക്കുന്നതും അതോടൊപ്പം തന്നെ സിമ്പിളായിട്ട് ഫോർമുല അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നതുമായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഷുവർ ഷോട്ട് റൗണ്ടിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 40 to 45 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകും. പക്ഷേ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതോടുകൂടി റൗണ്ട് 1 കഴിഞ്ഞു. രണ്ടാമതായിട്ടുള്ള റൗണ്ട് നമ്മൾ പറയുന്നത് തിങ്കിങ് റൗണ്ട് എന്നാണ് പറയുന്നത്. നമുക്കൊരു 80 to 90, അതായത് 1.5 hours വരെ നമുക്ക് ഉപയോഗിക്കാം. 80 to 90 മിനിറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ഫിനിഷ് ചെയ്യേണ്ടത്. ഇവിടെയാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും അനലിറ്റിക്കൽ ആയിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ വിട്ടുകളഞ്ഞ കുറച്ചുകൂടി ഒരു 2 മുതൽ 3 സ്റ്റെപ്പുകൾ വരെ എടുത്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ റൗണ്ടിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും കുറച്ച് ചിന്തിക്കേണ്ടതും കുറച്ച് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതുമായ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്താണ്. ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറിന് 2.5 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുത്തു, ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് 3ാമത്തെ റൗണ്ടിലേക്കാണ്. 3ാമത്തെ റൗണ്ടാണ് ഫൈനൽ പുഷ് എന്ന് പറയുന്നത്. ഈ ഫൈനൽ പുഷ് റൗണ്ടിലാണ് നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും ഡീറ്റെയിൽഡ് തിയറി അപ്ലൈ ചെയ്യേണ്ടതുമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏകദേശം മാർക്കുകളൊക്കെ നമ്മൾ സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും വിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻസും ഡീപ്പ് കാൽക്കുലേഷൻസ് വരുന്നതും ലെങ്തി ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള ബയോളജിയിലൊക്കെ ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1-2 ചോദ്യങ്ങളുണ്ടാവും, ചിലപ്പോൾ 4 വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ചോദിക്കുന്ന അങ്ങനത്തെ ലെങ്തി ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ റൗണ്ടിലാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എക്സാമിൽ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഇല്ലാതെ ഈസി ആയിട്ട് ചുറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്കൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം അവിടെ പോവുകയും ചെയ്യും. പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻസ് മൊത്തം വായിച്ചെത്താതെ ടൈം തീരുന്ന ഒരു പ്രശ്നം വരും. പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ച കുറേ ക്വസ്റ്റ്യൻസ് പിന്നെ കാണാൻ പറ്റുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 റൗണ്ട് സ്ട്രാറ്റജി ഉപയോഗിക്കാം. പിന്നെ മക്കൾ എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്, എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും എത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ശരിയായ 4 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ റാപ്പിഡ് ഫയർ റൗണ്ടിൽ നമുക്ക് 45 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും എല്ലാ ഈസി ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മാർക്ക് നമുക്ക് സെക്യൂറായി എന്നുള്ളതാണ് അതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ നോക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ OMRനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് OMR മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ബബിൾ ചെയ്യണം എന്നുള്ളതാണ്. 2 രീതിയിലാണ് കുട്ടികൾ ചെയ്യാറുള്ളത്. അത് 2 രീതി നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒന്ന്, ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ബബിൾ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പേജ് വായിച്ചിട്ട് ആൻസേഴ്സ് ടിക്ക് ചെയ്തിട്ട് ആ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബബിൾ ചെയ്യാം. ഒരിക്കലും ഈ 2 രീതിയും നിങ്ങൾക്ക് എടുക്കാം. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചിട്ട് അവസാന 15 മിനിറ്റിൽ ബബിൾ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അവസാന സമയം ഹറിബറി ആയിരിക്കും. ബബിൾ ചെയ്യുന്നത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, ബബിൾ ചെയ്യുന്നത് മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ അതുവരെ എടുത്ത എഫേർട്ടൊക്കെ വെറുതെ ആയി പോകും.
അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവസാന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ OMRലേക്ക് ബബിൾ ചെയ്യാന്നുള്ള രീതി ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. OMR മാനേജ്മെൻറ്റിൽ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ഫിസിക്സ് എഴുതാൻ ഇത്ര സമയം, കെമിസ്ട്രി എഴുതാൻ ഇത്ര സമയം, ബയോളജി എഴുതാൻ ഇത്ര സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ ബബിൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ നേരെ തന്നെ അല്ലേ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് നമ്മൾ OMR ബബിൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ശ്രദ്ധ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം. ബബിൾ ചെയ്യുന്നത് കറക്റ്റാണ് നിങ്ങൾ ഉറപ്പിക്കണം, അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നില്ല എന്ന് ഉറപ്പിക്കണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് ആൻസർ കണ്ടെത്തിയിട്ട് ആ സാധനം OMRലേക്ക് ബബിൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നതിലുള്ള ഒരു വിഷമം ഭയങ്കരമായിരിക്കും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ ബബിൾ ചെയ്ത് തെറ്റായിരുന്നു എന്നുള്ളത്. അത് നമുക്ക് തരുന്നൊരു ട്രോമ ഉണ്ട് എക്സാം ഹാളിൽ. ആ ട്രോമനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ആ സമയം നമ്മൾ അത് അത്രയും പോകും. അതുകൊണ്ട് ആ ട്രോമ വരാതിരിക്കാൻ വളരെ കെയർഫുള്ളായിട്ട് വേണം മക്കൾ OMR മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാനിക് ആവല്ല വേണ്ടത്, നമുക്ക് കൃത്യമായ പ്ലാനാണ് വേണ്ടത്, കൃത്യമായ എക്സിക്യൂഷനാണ് വേണ്ടത്. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, നിങ്ങളത് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നീറ്റ് 2026 വളരെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റട്ടെ. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.